തുടരും. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ പടം കണ്ടു. സിനിമേൻ്റെ ഇന്റർവെല്ലിന് ശേഷം എൻ്റെ അടിവയറ്റുന്ന തലച്ചോറിലേക്ക് എന്തോ ഒരു സാധനം പോയി. സിനിമ കഴിയുന്നത് വരെ ആ ഒരു സംഭവം എൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ചില സീനെല്ലാം കണ്ടിട്ട് എനിക്ക് എണീറ്റ് ഇന്ന് കൈയടിച്ചിട്ട് രോമാഞ്ചെല്ലാം കയറിയിട്ടില്ലേ, എന്തെങ്കിലും ആയിപ്പോയി എന്ന് പറയാം. പക്ഷെ കുറെ ഫാമിലി ഓഡിയൻസ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കൈയടിക്കാനോ കൂക്കി വിളിക്കാനൊന്നും പറ്റൂല. ഇതൊരു ഫാമിലി മൂവിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് സിനിമ കാണാൻ വേണ്ടി പോയത്. മേ ബി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി പോകണമെന്നുണ്ട്. അത് വേറെ തന്നെ ഒരു വൈബായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒന്നും എൻ്റെ നാവിലിപ്പം വരുന്നില്ല. കാരണം ഞാനിപ്പോൾ ആ ഒരു സിനിമ കണ്ടതിൻ്റെ ത്രില്ലിലിരിക്കുമെന്ന്. ഗൈസ്, പിന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു വീഡിയോ ഞാൻ അത്ര വൃത്തിക്കൊന്നും എഡിറ്റ് ചെയ്യൂല. കാരണം എനിക്ക് ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതി. എൻ്റെ മറ്റു വീഡിയോകളെ അപേക്ഷിച്ച് ഈ ഒരു വീഡിയോയിലെ എൻ്റെ പ്രസൻറ്റിങ് സ്റ്റൈലെല്ലാം എന്തെല്ലോ ആയിട്ടുണ്ടാവും. കാരണം എനിക്കിപ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ല. എന്തൊരു പടടാ അതല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഇത് മോഹൻലാലിൻ്റെ ഒരു കംബാക്ക് ആണെന്ന് വേണ്ടിക്ക് പറയാം. ഈ ഒരു പടം കണ്ടിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ പഴയ മോഹൻലാൽ തിരിച്ചു വന്നു. പക്ഷേ എമ്പുരാനിലൂടെ മോഹൻലാൽ നേരത്തെ തിരിച്ചു വന്നില്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയുണ്ട്. കാരണം എമ്പുരാൻ സിനിമയിൽ മോഹൻലാലിന് നേരാവണ്ണം സംസാരിക്കാൻ കൂടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പടം ഇത് മോഹൻലാലിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണ്ടിക്ക് നമുക്ക് പറയാം. ചില ആൾക്കാരെല്ലാം വിചാരിക്കുന്നുണ്ടാവും, നീ എന്ന് ഈ ഒരു പടത്തിനെ കുറിച്ച് ഇത്രയധികം പൊക്കി വെക്കുന്ന അത്രക്കുണ്ട് ആ പടം എന്നെല്ലാം ചോദിക്കുന്നുണ്ടാവും. അത്രക്കുണ്ട് പടം. ഈ വീഡിയോ കണ്ടിട്ട് വെറുതെ കുറ്റം പറയാൻ വേണ്ടി വരുന്നവര് ആദ്യം ആ ഒരു പടം പോയി കാണും. ആ ഒരു പടം കണ്ടിട്ടും കുറ്റം പറയാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണുന്നേ ഞാൻ പറയുള്ളൂ. എടാ, നിങ്ങൾ തന്നെ ചിന്തിക്കും, ഞാൻ ഒരു മോഹൻലാലിന്റെ ഒരു കടുത്ത ആരാധകനാണ്. എന്നെ സംബന്ധിച്ച് മോഹൻലാലിന്റെ ഇതുപോലത്തെ ഒരു പടം കണ്ടിട്ട് എത്ര കൊല്ലായി എന്നറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പടം കണ്ടിട്ട് കരഞ്ഞു ഗൈസ്. സത്യം നല്ലോണം കരഞ്ഞു. പക്ഷേ ഈ ഒരു പടത്തിനെയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ശ്രമിക്കുന്നുണ്ട്. കുറേ എണ്ണം എൻ്റെ കമന്റ് ബോക്സിൽ വരെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. ഈ സിനിമ കാണാണ്ട് സിനിമേനെ കുറ്റം പറയുന്നവരോടാണ്. എടാ, നിങ്ങൾക്കൊന്നും ഉളുപ്പില്ല. ഉളുപ്പ് ലേശം ഉളുപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി കാണിക്കൂ. ആദ്യം ഈ ഒരു സിനിമയുടെ ഡയറക്ടറെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. തരുൺ മൂർത്തി. ഹാറ്റ്സ് ഓഫ് യു സാർ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഈ പണി അറിയാവുന്ന ആളെടുക്കുക സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ തരുൺ മൂർത്തിയുടെ മുമ്പ് വന്ന പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓപ്പറേഷൻ ജാവ, പിന്നെ സൗദി വെള്ളക്ക. ഈ സൗദി വെള്ളക്ക എന്ന് പറയുന്നത് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ ഒരു പടമാണ്. ഇവിടെ ദുരന്തം പിടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സീറ്റ് പ്രോപ്പറായിട്ട് കിട്ടിയില്ല. ഫസ്റ്റ് റോന്റെ തൊട്ട് പുറകിലുള്ള ഒരു റോലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. ഇത് ഞാൻ ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഫാമിലി ആയിട്ട് ഒരു സിനിമ കണ്ടിട്ട് കുറേ കാലമായി. എനിക്ക് തോന്നുന്നില്ല ഒരു നാച്ചുറൽ ഓഡിയൻസ് ആണെങ്കിൽ ഈ ഒരു പടത്തിനെ ഒന്ന് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആരും നിൽക്കൂല. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മുടെ മോഹൻലാലിന്റെ ആക്ടിങ്, പ്രധാനമായിട്ടും മോഹൻലാലിന്റെ കണ്ണ്. ആ ഒരു കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ആ ഒരു വികാരം എന്താന്നുള്ളത്. മോഹൻലാൽ മാത്രമല്ല, അതിലെ വില്ലനായാലും, എൻ്റെ വില്ലനെ കുറിച്ചൊന്നും പറയൊന്നും വേണ്ട, അതൊരു ഒന്നൊന്നര വില്ലനാണ്. ഓരോ ക്യാരക്ടേഴ്സിന്റെ ആക്ടിങ്ങും ഒന്നിനൊന്നും മെച്ചം തന്നെ വേണ്ടിക്ക് പറയാം. പക്ഷേ അവിടെ എനിക്ക് ഡൗട്ട് അടിച്ചൊരു ക്യാരക്ടർ ഉണ്ട്. നമ്മുടെ അർജുൻ അശോകന്റെ ഒരു ക്യാരക്ടർ ആകെ ഒരു 10 സെക്കൻഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നല്ലൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനല്ലേ. ആ ഒരു 10 സെക്കൻഡിന്റെ ചെറിയൊരു സീനിലേക്ക് എന്തിന് ഈ ഒരു നടനെ പ്ലേസ് ചെയ്തു എന്നുള്ളത് ഇപ്പം ഡൗട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു പടത്തിന് ചെറിയ 1-2 മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അതൊന്നും ഈ ഒരു പടത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നതല്ല. സത്യം പറയാല, എനിക്ക് കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ അത് സിനിമ കാണാൻ പോകുന്നവർക്ക് സ്പോയിലർ ആവും. അതുകൊണ്ട് ഞാൻ സ്പോയിലർ ഒന്നും ഇവിടെ പറയാൻ വേണ്ടി പോകുന്നില്ല. കോമഡിക്ക് കോമഡി, ഫൈറ്റിന് ഫൈറ്റ്, ത്രില്ലിങ്ങിന് ത്രില്ലിങ്, സസ്പെൻസിന് സസ്പെൻസ്, അങ്ങനെ എല്ലാം ഉള്ള ഒരു അടിപൊളി പടമാണ് ഗൈസ് ഇത്. പിന്നെ മോഹൻലാലിന്റെ തന്നെ ഈ അടുത്ത് വന്ന ചില സിനിമകളുടെ റെഫറൻസ് ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് മോഹൻലാലിന്റെ ആറാട്ട് സിനിമ പോലെ ഡയലോഗുകൾ കണ്ടമാൻ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടൊന്നുമില്ല. ഓരോ ഡയലോഗുകളും കറക്റ്റ് സ്ഥലത്താണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിലെ ഫൈറ്റ് സീൻ. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ അടിവായിട്ടുന്ന തലച്ചോറിലേക്ക് എന്തോ ഒരു സാധനം കയറിപ്പോയി. രോമാഞ്ചം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, രോമാഞ്ചം മറ്റു പീക്ക്. മോഹൻലാലിന്റെ തന്നെ ഒരുപാട് ഫൈറ്റ് സീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് തരുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഇല്ലേ, ആ ഒരു രോമാഞ്ചം, അത് വേറൊരു പടത്തിന് ഇതുവരെ തരാൻ വേണ്ടി പറ്റിയിട്ടില്ല ഗൈസ്. ഈ ഒരു പടം ഇത് നിങ്ങൾ കുറിച്ച് വെച്ചോ, നമ്മുടെ മോഹൻലാലിന്റെ 4ാമത്തെ 100 കോടി പടം ഷുവർ ആണ് ഗൈസ്. കാരണം അതിനുള്ള വർത്ത് ഉണ്ട് ഇത്. പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ദൃശ്യം സിനിമയായിട്ട് ചെറിയ രീതിയിൽ സാമ്യം ഈ ഒരു പടത്തിന് തോന്നാം. ഈ ഒരു സിനിമയിൽ തന്നെ ചില പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ദൃശ്യം സിനിമയായിട്ട് ചെറിയ രീതിയിൽ സാമ്യം നമുക്ക് തോന്നാം. പിന്നെ ഒരു കുറച്ച് നേരത്തേക്കാണെങ്കിലും ഒരു സർപ്രൈസ് കോമഡി ക്യാരക്ടർ ഉണ്ട്. ആ ഒരു സിനിമ കണ്ടവർക്ക് ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമയുടെ വിഷ്വൽസും സ്ക്രീൻ പ്ലേയും. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്ന ചില സീൻസ് എല്ലാം ഉണ്ട്, അതെല്ലാം മാരകന്നേ പറയാൻ പറ്റുള്ളൂ. സിനിമയുടെ മേക്കിംഗ് എന്ത് പറയാനാ ഗൈസ്, ഒരു രക്ഷയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എമ്പുരാനൊന്നും അല്ല ഗൈസ്, ഇതാണ് ശരിക്കും ലാലേട്ടൻ്റെ കംബാക്ക് ഗൈസ്. പ്രധാനമായിട്ടും ഈ ഒരു സിനിമയിലെ മോഹൻലാലിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഓരോ വികാരവും കാണുന്ന ഓഡിയൻസ് ആയ നമുക്ക് ഫീൽ ആവും. അതിപ്പോൾ കോമഡി ആയാലും ദേഷ്യം ആയാലും ഇമോഷൻ ആയാലും എല്ലാം
എൻ്റെ ലാലേട്ടാ, നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. എന്നാലും എങ്ങനെ സാധിക്കുന്നു ഇതെല്ലാം? ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗം കഴിയുമ്പം നമ്മുടെ ക്യൂരിയോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. സിനിമയുടെ ഫസ്റ്റ് ഹാഫൊക്കെ ചെറിയ രീതിയിൽ കോമഡി ആയിട്ട് ആ ഒരു ഫാമിലീൻ്റെ ചുറ്റുപാടൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ സിനിമയുടെ ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്ക് ഒരു കാര്യം അവിടെ സംഭവിക്കും. പിന്നീട് അങ്ങോട്ട് സിനിമേനെ പിടിച്ചാൽ കിട്ടൂല. അമ്മാരി ഒരു പോക്കാണ് ഗൈസ്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് കാണുക. കാരണം നമ്മൾ കുറേ കാലമായിട്ട് കണ്ട് മറന്ന നമ്മുടെ മോഹൻലാലിനെ ഈ ഒരു സിനിമയിലൂടെ കാണാൻ പറ്റും. ഈ ഒരു പടം കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. പൊതുവേ ഒരു പടം തീരുന്ന സെക്കൻഡിൽ എന്താണ് എഴുതി കാണിക്കാറുള്ളത്? ഡയറക്റ്റഡ് ബൈ ഇന്നാളുടെ പേര്, അല്ലെങ്കിൽ ഒരു അമൽ നീരദ് പടം, അങ്ങനെയൊക്കെയല്ലേ എഴുതി കാണിക്കാറുള്ളത്. പക്ഷേ ഇവിടെ സിനിമ തീരുമ്പം തന്നെ മോഹൻലാൽ എന്ന പേരാണ് എഴുതി കാണിക്കുന്നത്. അതെ, ഈ ഒരു സിനിമയെ മുഴുവനായിട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഈ ഒരു ക്യാരക്ടറാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പറ്റുന്നവരൊക്കെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ നോക്കുക. ഈ ഒരു പടം നിങ്ങളെ ഒരിക്കലും നിരാശനാക്കൂല എന്ന് ഞാൻ ഉറപ്പ് തരാം.